ഒരു മാസത്തിനുള്ളിൽ അമേരിക്കൻ ചാരന്മാരെന്ന് സംശയിക്കപ്പെടാവുന്ന CIA ഏജന്റുമാരെന്ന് സംശയിക്കപ്പെടാവുന്ന 10 പേരെയാണ് നമ്മുടെ സേന പിടിച്ചത്. 10ാമത്തെ ആളുടെ പേര് ജോർദാൻ ബ്രൗൺ. അയാളെ ഉത്തർപ്രദേശിൽ സൊനാലി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നമ്മുടെ SSB, നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി കാക്കുന്ന അതിർത്തി രക്ഷാസേന, അവിടെ BSF അല്ല, SSB ആണ്, സശസ്ത്ര സീമാ ബൽ, അവരാണ് പിടികൂടി അയാളെ കാലിൽ കയറൊക്കെ കെട്ടി ആൾക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടെ പിടിച്ചുകൊണ്ടു പോകുന്ന വിഷ്വൽസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരൊറ്റ മാധ്യമത്തിലും ജോർദാൻ ബ്രൗൺ എന്ന് പറയുന്ന ഇയാളെ പിടികൂടിയ വിവരം വന്നിട്ടില്ല, വാർത്തയില്ല. കേരളത്തിൽ വാർത്തയില്ല. കേരളത്തിന് പുറത്ത് വലിയ വാർത്തയാണ്. കാരണം കേരളത്തിലെ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഇയാൾ വന്നതെന്ന് സംശയിക്കപ്പെടുന്നു. ഇന്ത്യയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെയും അധികാരത്തിലിരിക്കുന്നവരെയും അസാസിൻ ചെയ്യുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ CIA നടപ്പാക്കുന്ന ഒരു വലിയ പ്ലോട്ട്. അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം കൊല്ലുക എന്ന ഒരു പദ്ധതി CIA തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്നതാണെന്ന് സംശയിക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ലല്ലോ. ഞാൻ ഈ സംഭവം ജോർദാൻ ബ്രൗണിനെ പിടികൂടിയതിനെ സംബന്ധിച്ച് ചില ആളുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇയാളെ പിടികൂടി പോലീസ് കൊണ്ടുപോകുന്നു, കാലിൽ കയറിട്ട് കെട്ടിയിരിക്കുന്ന ചിത്രവും വീഡിയോ ഒക്കെ ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സമഗ്രമായ വിവരം കേൾക്കുമ്പോൾ വല്ലാതെ ഞെട്ടിപ്പോകും. കാരണം ഇയാളുടെ പക്കൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല, വിസ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇന്ത്യയിലെത്തി? ഇയാൾ എങ്ങോട്ടാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് നേപ്പാളിലേക്കാണ്. നേപ്പാളിലെ കാഠ്മണ്ഡു എന്ന് പറയുന്ന നഗരം ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ചാരസംഘടനകളുടെയും മറ്റുമൊക്കെ ഒരു കേദാരഭൂവാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും കുപ്രസിദ്ധമായ സംഭവങ്ങൾ കാഠ്മണ്ഡു കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. പല ഓപ്പറേഷൻസുകളുടെയും കേന്ദ്രം കാഠ്മണ്ഡു ആയിരുന്നു. അവിടേക്കാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഈ ജോർദാൻ ബ്രൗൺ എന്ന് പറയുന്ന ആളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ, നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു താൻ US നേവിയുടെ സ്പെഷ്യൽ ഫോഴ്സിലെ കമാൻഡോ ആണ്. അതുകൂടാതെ വിദേശകാര്യ വകുപ്പിൽ, ഫോറിൻ സർവീസസിൽ 2024 വരെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിന് ഇന്ത്യയിൽ വന്നു എന്നതിന് ഉത്തരമില്ല. അതുമാത്രമല്ല, ഇയാൾ വന്ന റൂട്ട് ശ്രദ്ധിക്കണം. ഇയാൾ തായ്ലൻഡിലുണ്ടായിരുന്നു. തായ്ലൻഡിൽ നിന്ന് അയാൾ ഇന്ത്യയിലേക്ക് എത്തിയ വഴി രസകരമാണ്. തായ്ലൻഡിൽ നിന്ന് ഇയാൾ ശ്രീലങ്കയ്ക്ക് പോയി. ഇയാൾ പറയുന്നത് ഇയാളുടെ പക്കൽ വിസയില്ല, പാസ്പോർട്ടുമില്ല, US പാസ്പോർട്ടുമില്ല. അത് തായ്ലൻഡിൽ വെച്ച് നഷ്ടപ്പെട്ടു. തായ്ലൻഡിൽ വെച്ച് നഷ്ടപ്പെട്ട അയാൾ വളരെ സുരക്ഷിതനായിട്ട് ശ്രീലങ്കയിലെത്തി. എങ്ങനെ എത്തി? കപ്പൽ മാർഗമെത്തി. കപ്പലിൽ കയറണമെങ്കിലും വിമാനത്താവളത്തിൽ മാത്രമല്ല, എമിഗ്രേഷൻ അടക്കമുള്ള പരിശോധനകൾ കപ്പൽ യാത്രയ്ക്കുമുണ്ട്. പക്ഷേ എങ്ങനെ ഇയാൾ തായ്ലൻഡിൽ നിന്ന് ബാലിയിൽ സന്ദർശനം നടത്തിയതിന് ശേഷം തായ്ലൻഡിൽ നിന്ന് എങ്ങനെ ശ്രീലങ്കയിലേക്ക് കപ്പലിൽ വന്നു? അതിനുശേഷം ശ്രീലങ്കയിൽ നിന്ന് അയാൾ കപ്പലിൽ യാത്ര ചെയ്ത് ഗോവയിലെത്തി. ഗോവയിൽ 3 മാസം താമസിച്ചു. അതിനുശേഷം ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ കയറി അയാൾ ലക്നൗവിലെത്തി. ലക്നൗവിൽ നിന്ന് ഒരു ടാക്സി പിടിച്ച് സൊനാലി അതിർത്തി, മഹാരാജഗഞ്ച് ജില്ല, ഉത്തർപ്രദേശിലെ മഹാരാജഗഞ്ച് ജില്ലയിലെ സൊനാലി അതിർത്തിയിലെത്തി. അവിടെ നിന്ന് നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് SSBയുടെ ഭടന്മാർ ഇയാളെ പിടികൂടുന്നത്. ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ പക്കൽ 2 മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു. 31,460 രൂപയുണ്ടായിരുന്നു. ഇയാൾ സൈന്യത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടിച്ചിട്ട് പിടിച്ചു. നാട്ടുകാരും കൂടി. അങ്ങനെയാണ് നാട്ടുകാർ ഇയാളെ പൊതിഞ്ഞ് ഇയാൾക്ക് ചുറ്റും സ്ഥലവാസികൾ കൂടെ വരുന്ന വീഡിയോ വന്നത്. ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ പറയുന്നത്, എനിക്ക് നേപ്പാളിൽ ഒരു പരിചയക്കാരനുണ്ട്, അയാളുടെ പേര് നാസ് എന്നാണ്, ഞാൻ ഗോവയിൽ വെച്ച് ഇയാളെ പരിചയപ്പെട്ടിരുന്നു, നാസിനെ കാണാൻ പോവുകയാണ്. പിന്നെ ഇയാൾ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്, ഇയാൾ ഇറ്റലിയിൽ വെച്ച് യോഗ ഇൻസ്ട്രക്ടറായിരുന്ന ഒരു സ്ത്രീയെ 2024 ഒക്ടോബർ മാസത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവർ ഉത്തരാഖണ്ഡുകാരിയാണ്. അവരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ഇറ്റലിയിലെത്തിയ ഒരു യോഗ ഇൻസ്ട്രക്ടറായ ഇന്ത്യക്കാരിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇയാൾ നവംബർ 2, കഴിഞ്ഞ വർഷം നവംബർ 2-ാം തീയതിയാണ് ഇവിടെ ഇയാൾ എത്തിയത്. അപ്പോൾ ഇത് ജൂലൈ ആവുന്നു. അപ്പോൾ ഇത്രയും കാലം ഇയാൾ എങ്ങനെ പിടിക്കപ്പെടാതെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇയാൾ സഞ്ചരിക്കുന്നത് മുഴുവൻ
ബസ്, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സായിപ്പ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കത്തില്ല. അയാൾക്ക് സെക്യൂരിറ്റി ചെക്ക് നടത്തുന്ന എല്ലാ സംവിധാനങ്ങളും, മെട്രോയിൽ കയറത്തില്ല, വിമാനത്തിൽ കയറത്തില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇയാളുടെ പക്കൽ എവിടുന്നാണ് ഇത്രയും ഇന്ത്യൻ മണി വന്നത്? 2 മൊബൈൽ ഫോണുകളുണ്ട്. ഈ 2 മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇതൊക്കെ തിരയണം. അപ്പോൾ ഏതായാലും ഒരു അമേരിക്കൻ സായിപ്പിനെ ഇവിടെ കിട്ടി, അതുകൊണ്ട് ഉടനെ നിങ്ങൾ CIA കഥ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കണക്റ്റഡാണ്. കാരണം സാധാരണ CIA അല്ലെങ്കിൽ വിദേശ ചാര സംഘടനകൾ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻസ്, ഒരു രാജ്യത്തെ ഒരു ഏജൻസിയുടെയും കണ്ണിൽ പെടാതിരിക്കാൻ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കുക, പരമാവധി കടൽ വഴി യാത്ര ചെയ്യുക, സെക്യൂരിറ്റി പരിശോധനകളുള്ള എല്ലാ യാത്രാ സംവിധാനങ്ങളും വർജിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ജോർദാൻ ബ്രൗണും ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ, ഇതിന് 2 മാസം കഷ്ടിച്ചേ ആവുന്നുള്ളൂ. മാത്യു വാൻഡൈക്ക് എന്ന് പറയുന്ന അമേരിക്കക്കാരനും 6 ഉക്രൈൻകാരെന്ന് പറയുമ്പോൾ ഉക്രൈൻകാർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന അമേരിക്കയാണ്. റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിന് ആയുധം, പണം, ഇൻറ്റൽസ് എല്ലാം കൊടുക്കുന്നത് അമേരിക്കയാണ്. CIA ആണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും യുദ്ധത്തിൽ ഉക്രൈന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള മാത്യു വാൻഡേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം. പലതവണ നമ്മുടെ പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാത്യു വാൻഡേക്ക് അമേരിക്കയുടെ കൂലിപ്പടയാളിയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ലിബിയയിൽ പോയി ഗത്താഫിയെ അട്ടിമറിക്കുന്ന ഓപ്പറേഷൻ അയാൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ സിറിയയിൽ ചില ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ പട്ടാളത്തിന് നേരിട്ട് പോയി ഇടപെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ മാത്യു വാൻഡേക്കിനെയും ടീമിനെ അയക്കും. അവരവിടെ പോയി ഓപ്പറേഷൻ നടത്തും. അമേരിക്കൻ പട്ടാളത്തിന് വേണ്ടി അമേരിക്ക കൊടുക്കുന്ന എല്ലാ ഇൻ്റലിജൻസ് വിവരങ്ങളും, എല്ലാ ആയുധങ്ങളും, എല്ലാ പണവും ഉപയോഗിച്ച് അമേരിക്കയുടെ താല്പര്യപ്രകാരമുള്ള അട്ടിമറികൾ സംഘടിപ്പിക്കുക, കൊലപാതകങ്ങൾ നടത്തുക, ഇതെല്ലാം സംഘടിപ്പിക്കുന്ന ആളാണ് മാത്യു വാൻഡേക്ക്. അയാൾക്ക് അറിയപ്പെടാൻ മറ്റൊരു മേൽവിലാസം കൂടിയുണ്ട്, ഡോക്യുമെൻ്ററി സംവിധായകനും കൂടിയാണ്. ഇയാൾ സൈനിക വേഷത്തിലാണ് ഗൂഗിളിൽ നോക്കുമ്പോൾ ഇയാളുടെ ചിത്രങ്ങൾ മുഴുവൻ കിട്ടുന്നത്. അയാളും 6 ഉക്രൈൻകാരും അനധികൃതമായി ഇന്ത്യയിലുണ്ടായിരുന്നു, മേഘാലയ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. അവർ മ്യാൻമറിൽ പോയി അവിടെ കുക്കി തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തു. എന്നിട്ട് തിരിച്ച് മ്യാൻമറിലെ ചിൻ പ്രവിശ്യയിൽ നിന്ന് കൊൽക്കത്തയിൽ വന്ന് അമേരിക്കയ്ക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് മാത്യു വാൻഡേക്കിനെയും സംഘത്തിനെയും ഇന്ത്യ അറസ്റ്റ് ചെയ്യുന്നത്. UAPA ചുമത്തി നമ്മൾ ജയിലിലാക്കി. അമേരിക്കൻ എംബസിയും ഉക്രൈൻ എംബസിയും പ്രതിഷേധിച്ചു. നമ്മൾ പറഞ്ഞു, തെളിവൊക്കെ ഉണ്ട്, ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ ചില അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ വന്നവരാണ് ഇവർ. ഇന്ത്യയിലെ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ആയുധ പരിശീലനങ്ങൾ ഉൾപ്പെടെ നൽകി. അതിൻ്റെ തെളിവുകൾ കൈവശമുള്ളതുകൊണ്ട് ഇവരെ വിട്ടയക്കാൻ പറഞ്ഞതുകൂടി അമേരിക്കയുടെയും ഉക്രൈൻ്റെയും പത്തിയടങ്ങി നമ്മൾ കൃത്യമായിട്ടുള്ള സോളിഡായിട്ടുള്ള തെളിവുകൾ കൊടുത്തു. അപ്പോൾ 2 മാസം മുമ്പ് 7 പേരെ പിടികൂടി. അതിനുശേഷം കഴിഞ്ഞ മാസമാണ് തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് മൂവ്മെൻറ്റ്, അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ മാവോവാദികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്ത അമേരിക്കയിലെ ട്രൂയിസ്റ്റ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡുമായിട്ട് വന്ന മെക്ക മാർക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 24 ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകളാണ്. അതുപയോഗിച്ച് പണം പിൻവലിച്ച് മാവോവാദികൾക്ക് ഉൾപ്പെടെ കൊടുത്തു. അയാളെ പിടികൂടി, ബാംഗ്ലൂർ എയർപോർട്ടിൽ പിടികൂടി. അയാളെയും UAPA ചുമത്തി നമ്മൾ ജയിലിൽ അടച്ചിരിക്കുക. അമേരിക്ക പ്രതിഷേധിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പണം ചെലവഴിക്കൽ മാത്രമല്ല, ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് പണം കൊടുക്കുന്ന, പരിശീലനം കൊടുക്കുന്ന പണി സുവിശേഷ പ്രവർത്തനത്തിൻ്റെ മറവിൽ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ആളായിട്ട് വന്ന മെക്ക മാർക്ക് നടത്തിയിട്ടുണ്ട്. മെക്ക മാർക്കിനെ അതുകൊണ്ട് ഞങ്ങൾ ഭീകര പ്രവർത്തന വിരുദ്ധ നിയമം UAPA ചുമത്തി ജയിലിലടക്കിയാണ് എന്ന് തെളിവ് സഹിതം പറഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് മിണ്ടാട്ടമില്ല. അപ്പോൾ നോക്കൂ, കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ അല്ല, ഒരു 3 മാസങ്ങൾക്കുള്ളിലാണ് ഇത്ര മാത്രം വിദേശ പൗരന്മാർ, CIA റിലേഷനുള്ള CIAയുടെ ആളുകൾ, CIAയുടെ ടൂളുകളായിട്ടുള്ള ആളുകൾ, ഭീകരരായ കൊലയാളികൾ, കൂലിപ്പടയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് കറങ്ങിത്തിരിഞ്ഞത്. എന്തിനാണ്? ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യം നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവർ വരുന്നു? ഇവരെ പിടികൂടുന്നത് എന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല? ഇനി മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ സംഭവത്തിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം പലതവണ പറഞ്ഞതാണ്, ബംഗ്ലാദേശിലെ ഢാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ ടെറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ കൊല്ലപ്പെട്ട് കിടന്നു. മോദിയും പുടിനും ഷീയും തമ്മിൽ
ഷാങ്ഹായ് ഉച്ചകോടിക്ക് കാണുന്നതിൻ്റെ തലേ ദിവസമാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഇയാളുടെ മൃതദേഹം അപ്പോൾ തന്നെ ഒരു പരിശോധനയും നടത്താതെ സർവ്വ ബിലോങ്ങിങ്സും ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ഉൾപ്പെടെ അയാളുടെ മുറിയിലുള്ള സകല വസ്തുക്കളും ഉൾപ്പെടെ അമേരിക്ക കൊണ്ടുപോയി. അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് അയാളെ ഇന്ത്യയുടെയും റഷ്യയുടെയും രഹസ്യ ഏജന്റുമാർ ചേർന്ന് വകവരുത്തി എന്നൊരു തിയറി വളരെ വ്യാപകമായി പ്രചാരത്തിലുണ്ട്. അമേരിക്ക ഒന്നും മിണ്ടിയിട്ടില്ല. അതിൻ്റെ പിറ്റേന്നാണ് പ്രിയരെ, ഞാൻ പലതവണ പറഞ്ഞതുപോലെ ഷാങ്ഹായിൽ വെച്ച് മോദി വരാൻ വേണ്ടി പുടിൻ 10 മിനിറ്റ് കാത്തിരുന്നു. മോദി വന്ന ഉടൻ അദ്ദേഹത്തിൻ്റെ അത്യാധുനിക സുരക്ഷാ സന്നാഹങ്ങളുള്ള ഔറസ് കാറിൽ മോദിയും പുടിനും കൂടെ ഏതാണ്ട് 42 മിനിറ്റ് തരിച്ചിരുന്ന് സംസാരിച്ചത്. മോദിക്ക് വലിയ സുരക്ഷാ ഭീഷണിയുണ്ട്, ആഗോളതലത്തിലുണ്ട്. അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെയും അമേരിക്കൻ ഭരണകൂടത്തെയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെയും വകവയ്ക്കാതെ 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. മോദിയുടെ ഭരണം ഇന്ത്യയിൽ തുടരുകയാണ്. സാധാരണ ഇവാഞ്ചലിസ്റ്റുകളുടെ ഭീഷണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം മുട്ടിലിഴയും. ഇവിടെ ഇവാഞ്ചലിസ്റ്റുകളുടെ ഭീഷണി നിലനിൽക്കെ മാർക്കോ റൂബിയോ കൊൽക്കത്തയിൽ വന്നിറങ്ങി മദർ തെരേസയുടെ സഭയിലെ സിസ്റ്റർമാരെ പോയി സന്ദർശിക്കുന്നതിന് പ്രാധാന്യം കൊടുത്ത പശ്ചാത്തലത്തിൽ ഇന്ത്യ ചെയ്തത് എന്താണ്? ഇന്ത്യ മോദിയും ട്രംപും തമ്മിൽ കൂട്ടിമുട്ടുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കൻ ചാരനായ മെക്ക മാർക്ക് ഉൾപ്പെടെയുള്ളവരെ UAPA ചുമത്തി ജയിലിലടച്ച് വളരെ കൃത്യമായ സന്ദേശം കൊടുത്തു. അപ്പോൾ വളരെ കൃത്യമായി ചില പദ്ധതികൾ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ, നമ്മുടെ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് 10ാമനായി ഈ ജോർദാൻ ബ്രൗണിനെ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ഇത് ആരും വിട്ടുന്നില്ല. ഇത് പതുക്കി വെക്കുകയാണ്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വലിയ തോതിലുള്ള പ്രചാരണം നടത്തുന്നു. വേണ്ടി വന്നാൽ ഇന്ത്യൻ സ്റ്റേറ്റിനെ തന്നെ തകർക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പ്രസംഗിക്കുന്നു. പാകിസ്ഥാൻ്റെ സഹായം വേണം മോദിയെ അട്ടിമറിക്കാൻ എന്ന് മണിശങ്കർ അയ്യരെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നു. ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അടുത്ത 1 വർഷത്തിനുള്ളിൽ മോദി ഇല്ലാതാവും, മോദി സർക്കാർ ഇല്ലാതാകുമെന്ന് പരസ്യമായി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ വല്ലാത്ത ദുരൂഹതയുണ്ട്. അമേരിക്കൻ ചാരന്മാർ, CIA ഏജന്റുമാരോ അവർ നിയോഗിക്കപ്പെട്ട ആളുകളോ അമേരിക്കൻ സൈന്യത്തിലെ ഉന്നത പദവികൾ വഹിക്കുന്ന ആളുകളോ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ദുരൂഹമായ സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ വിശദീകരണം ഒന്നും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിന് അത് പറയാൻ പരിമിതികളുണ്ട്. അത് അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വിളിച്ചു പറയാനും പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിശബ്ദമായി നടക്കുകയാണ്. ഏതായാലും ജോർദാൻ ബ്രൗണും നേരത്തെ പറഞ്ഞ മാത്യു വാണ്ടയ്ക്കും 6 ഉക്രൈൻകാരും പിന്നെ ഈ ജോർദാൻ ബ്രൗണും മെക്ക മാർക്കും അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ ഏജൻസികളുടെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ 10 പേരായിരിക്കുന്നു. 10ാമൻ ജോർദാൻ ബ്രൗൺ. ഈ 10 പേരെ പിടിച്ചപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിശകലനമോ അഭിപ്രായ പ്രകടനമോ എങ്കിലും നടത്തേണ്ടേ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭരണ നേതൃത്വത്തിൻ്റെ സുരക്ഷയിൽ വല്ലാതെ ആശങ്ക ഉളവാകുന്നുണ്ട്. വളരെ സൗഹാർദ്ദപരമായി മോദി എൻ്റെ പ്രിയപ്പെട്ടവനാണ്, മോദിയുടെ കൂടെ ഞാൻ എന്ന് നിൽക്കും, ഇന്ത്യയെ തൊട്ടവനെ തട്ടുമെന്നൊക്കെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞിടയ്ക്കും പറഞ്ഞെങ്കിലും പക്ഷേ അതിൻ്റെ ബാക്ക് ഡോറിലൂടെ, പിന്നാമ്പുറത്തൂടെ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ, നേതാക്കളെ ഉന്മൂലനം ചെയ്യാനുള്ള ചില പദ്ധതികളും CIA, അമേരിക്ക അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ജോർദാൻ ബ്രൗണിൻ്റെ അറസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര മാത്രം വിശദാംശങ്ങൾ കേരളത്തിലെ ഒരു മാധ്യമവും പറഞ്ഞിട്ടില്ല. ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ആളുകളോട് പറയണം. ഇത് വലിയ തോതിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ, നമ്മുടെ നേതാക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മറയായി, അതിനൊരു ഉപാധിയായി രാജ്യത്തെ പ്രതിപക്ഷവും മാറുന്നു എന്നതാണ് നിർഭാഗ്യകരം. ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ കാണുക. കണ്ടാൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ.